ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ശങ്കർ ഋതം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ UK-ലാണ് ജോലി ചെയ്യണം. അവൻ നാട്ടിലേക്ക് വരുന്ന സമയമൊക്കെ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് ഒരു വീട്ടിൽ കൂടാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹരീഷിൻ്റെ വീട്ടിലാണ് നമ്മൾ കൂടാറ്. അപ്പോൾ ഞങ്ങളുടെ കൂടലെന്ന് പറഞ്ഞാൽ മറ്റേ കുപ്പിയൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടലെന്ന് പറഞ്ഞാൽ വൻ വൈബാണ്. ഒരു മ്യൂസിക്കൽ ജാമിങ് ആണ് നമ്മുടെ കൂടൽ. അതെങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ മൃദംഗം വഹിക്കും, ഒരുത്തൻ തബല, ഒരുത്തൻ കഹോണ്. അപ്പോൾ ഈ നിൽക്കണ വീട്ടിൽ എന്ന് പറയണത് അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാന്ന് പറഞ്ഞല്ലേ, ആ ഹരീഷ്, അതാണ് ഇപ്പോൾ എൻ്റെ കൂടെ നടക്കണത്. അപ്പോൾ അവൻ കീബോർഡിസ്റ്റാണ്, അതുപോലെ അവൻ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്. സോ എല്ലാം ഉണ്ട് അവിടെ മൊത്തത്തിൽ, എല്ലാ ഇൻസ്ട്രുമെൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ഡേ ജാമിങ് ആണ്. രാത്രിയും പകലും ഫുള്ള് പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വൈബും ഞങ്ങളുടെ ഒരു ഫുൾ ഡേ സ്പെൻഡിങ്. പിന്നെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ മറ്റേ കൂട്ടുന്ന പുറത്തേക്ക് ചടി പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവും. അങ്ങനെ എന്നിട്ട് വന്നിട്ട് പിന്നെയും UK കഥകളും നാട്ടിലത്തെ കഥകളും, ഞങ്ങളങ്ങോട്ട് നാട്ടിലത്തെ കഥകളും അവൻ ഇങ്ങോട്ട് UK-ലത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കും. ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇവൻ്റെ സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് കഹോൺ എടുക്കാൻ വന്നിരിക്കുക. കാരണം വീട്ടിൽ കഹോണില്ല. അപ്പോൾ കഹോൺ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ജാം ചെയ്യാൻ വേണ്ടി മാത്രം. അതിന് വേണ്ടി അവൻ്റെ സാറിനെ വിളിച്ച് പറഞ്ഞ്, സാർ അവിടെ ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവൻ കഹോൺ എടുത്തിട്ട് ഇപ്പോൾ പോവാണ്. ഓക്കെ, വെറുതെ റാൻഡമായിട്ടുള്ള വീഡിയോസ് എടുക്കും. നല്ല വ്ളോഗ്, അടിപൊളി വ്ളോഗ് കേട്ടോ. ഈ റാൻഡമായിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ അതിനെ ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് അതെ. കാഡൻസ് അക്കാദമിയാണ്, കാഡൻസ്. ഓക്കെ, ഇതാണ് സെൻറ്റർ. വണ്ടി ഓടറാ പോയാ ഇവന്മാര്. ആ ഓക്കെ, അങ്ങനെ അതൊക്കെയാണ്. ഇപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. നമ്മൾ കഹോൺ എടുത്ത് നമ്മൾ കാറിലാണ് വന്നത്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ പോണ വഴിക്കാണ് പുതിയൊരു കട ഞാൻ കുറച്ച് മുന്നേ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് പാരഡൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ കയറണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടുകാരുടെ അടുത്ത്, എടാ ഇവിടെ കയറാം, കാലിക്കറ്റ് പാരഡൈസിൽ കയറാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം, കുറച്ച് ഇപ്പോൾ ഈ അടുത്ത് വന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഇവിടെ കയറാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ അവിടെ ഒരു കോംപ്ലിമെൻ്ററി എന്നെ ഒരു സാധനം തന്നു നമുക്ക്. പൈനാപ്പിൾ ലൈം എന്നാണ് ആൾ പറഞ്ഞത്. സാധാ ഒരു ലൈം ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു സംഭവം. അങ്ങനെ ഇതാണ് ആ സാധനം. സംഭവം കൊള്ളായിരുന്നു കേട്ടോ, നല്ല സാധനമായിരുന്നു. സാധാരണ നമുക്കൊക്കെ ഇങ്ങനെ പോയിട്ട് എപ്പോഴെങ്കിലും ഒക്കേഷണലി പോകാമെന്നല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറാൻ പറ്റുന്ന സ്ഥലമല്ല. കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ. എല്ലാം 300 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. പിന്നെ 450, 440 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ അവിടെ പോകാം. നല്ല ഇൻറ്റീരിയറാണ്, നല്ല കംഫോർട്ടാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, എല്ലാം അടിപൊളിയാണ്. ബട്ട് തൃശ്ശൂർ തന്നെ നമുക്ക് ഇതിനും ഇതേപോലെ ഇതേ ക്വാണ്ടിറ്റിയും നല്ല സാധനങ്ങൾ നമുക്ക് വേറെ സ്ഥലത്തും കിട്ടും പൈസ കുറവിന്. റെഗുലർ ബേസിസിൽ ഐ എം നോട്ട് പ്രിഫറിങ്. ഒക്കേഷണലി എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കടയിൽ വന്നിട്ട് വല്ലപ്പോഴും വല്ല ഡേറ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലി എപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് നല്ല സമാധാനമായിട്ടിരുന്ന് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വന്ന് ഇരുന്നിട്ട് നിങ്ങൾക്ക് പോവാം. അവന്മാരുടെ അടുത്ത് ടാറ്റ കാണിക്കാൻ പറഞ്ഞിട്ട് കാട്ടി കൂട്ടണതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു മിൻറ്റ് ലൈമൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കുടിച്ച് അവർ മറ്റേ ബില്ല് കൊണ്ടുവന്ന പെട്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതും വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ SPBൻ്റെ പാട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത്തിൻ്റെ പാട്ട് കേട്ടത്. ആ പാട്ട് അങ്ങോട്ട് വന്നു, പിന്നെ ഇളകാൻ തുടങ്ങി എല്ലാവരും. ഫുൾ ഡാൻസ് ആയിരുന്നു വീട്ടിൽ. കുറേ നേരത്തേക്ക് ഡാൻസ് മയം ആയിരുന്നു വീട്ടിൽ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ സ്പെൻഡ് ചെയ്തത് കേട്ടോ. നദികാത്ത് നദികാത്ത് കട്ടി ലൈൻ കട്ട്.